ഇന്നൊരു ക്യാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു മുറി ക്യാബേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ആയിരുന്നു. ഇനി നമുക്ക് അതിനെ തീരെ നൈസായിട്ട് കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു സവാളയാണ് ഇതിനായി എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. 3 വെളുത്തുള്ളിയും 4 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ പച്ച മണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. സവാള എണ്ണയിൽ അധിക സമയം മൂപ്പിച്ചാൽ കളർ വ്യത്യാസം വരും. അതാണ് പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിയും ബാക്കി ഐറ്റംസ് ഇട്ടുകൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്ത് അടച്ചു വെച്ച് ആദ്യം 2 മിനിറ്റ് വേവിക്കും. ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചെറു തീയിലാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത്. ഒന്നുകൂടി തുറന്നു നോക്കാം. 5 മിനിറ്റ് മതിയാവും നമുക്ക് ഈ തോരൻ വെന്ത് കിട്ടാൻ. നമ്മുടെ ക്യാബേജ് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്, കളറൊന്നും മാറിയിട്ടില്ല. ഈ സമയം വേണമെങ്കിൽ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു തോരനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.